I went back into the room and sat down on the chair. I opened the box beneath the table and took out a book, the Materia Medica. I opened it at the table on which stood the lamp and a large mirror. A small comb lay beside the mirror. I went back. ഞാൻ തിരിച്ചു പോയി ഇൻ ടു ദ റൂമിലേക്ക് ആൻഡ് സാറ്റ് ഡൗൺ ഇരുന്നു ഓൺ ദ ചെയറിൽ ഇരുന്നു. ഐ ഓപ്പൺ ദ ബോക്സ് ഞാൻ പെട്ടി തുറന്നു. ബിനീത്ത് ദ ടേബിളിൻ്റെ താഴെയുള്ള ആൻഡ് ടൂക്ക് ഔട്ട് എ ബുക്ക് ഒരു ബുക്ക് പുറത്തേക്കെടുത്തു. പുസ്തകത്തിൻ്റെ പേരാണ് ദ മെറ്റീരിയ മെഡിക്ക. ഐ ഓപ്പൺ ഇറ്റ് അറ്റ് ദ ടേബിൾ ഞാൻ ആ പുസ്തകം ടേബിളിന്മേൽ വെച്ച് തുറന്നു. ഓൺ വിച്ച് അതിൻ്റെ മേലെ ആ ടേബിളിന്മേൽ സ്റ്റുഡ് ദ ലാമ്പ് ഒരു വിളക്ക് നിന്നിരുന്നു. ആൻഡ് എ ലാർജ് മിറർ ഒരു വലിയ കണ്ണാടി. എ സ്മോൾ കോം ലേ ബിസൈഡ് ദ മിററിൻ്റെ അടുത്ത് കണ്ണാടിയുടെ അടുത്ത് ഒരു ചെറിയ ചീർപ്പും ഉണ്ടായിരുന്നു. അദ്ദേഹം പുസ്തകം വെച്ച ടേബിളിന്മേൽ ആ പുസ്തകത്തിന് പുറമെ ഒരു വിളക്ക്, വലിയ കണ്ണാടി, അതുപോലെ ചെറിയ ഒരു ചീർപ്പ് ഇവയൊക്കെ ഉണ്ടായിരുന്നു. വൺ ഫീൽസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു എ മിറർ when it is near. I took a look. In those days I was a great admirer of beauty and I believed in making myself look handsome. I was unmarried and was a doctor. I felt I had to make my presence felt. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. Again I heard that sound from above. One feels tempted. ടെംപ്റ്റ് എന്നാൽ പ്രേരിപ്പിക്കുക, ആകർഷിപ്പിക്കുക എന്നൊക്കെയാണ്. ഒരാൾക്ക് പ്രേരിപ്പിക്കപ്പെടുന്നത് പോലെ തോന്നുന്നു. ടു ലുക്ക് നോക്കാൻ. ഇൻ ടു എ മിറർ ഒരു കണ്ണാടിയിലേക്ക്. വെൻ ഇറ്റ് ഈസ് നിയർ അത് അടുത്തുണ്ടാകുമ്പോൾ. ഒരു കണ്ണാടി അടുത്തുണ്ടാകുമ്പോൾ നമ്മൾ അതിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കപ്പെടും. ഐ ടൂക്ക് എ ലുക്ക് ഞാൻ ഒരു നോട്ടം നോക്കി. ഇൻ ദോസ് ഡേയ്സ് ആ ദിവസങ്ങളിൽ. ഐ വാസ് ഞാനായിരുന്നു. എ ഗ്രേറ്റ് അഡ്മയറർ ഒരു വലിയ ആരാധകനായിരുന്നു. ഓഫ് ബ്യൂട്ടി സൗന്ദര്യത്തിൻ്റെ. ആൻഡ് ഐ ബിലീവ്ഡ് ഞാൻ വിശ്വസിച്ചു. ഇൻ മേക്കിംഗ് മൈ സെൽഫ് ലുക്ക് എന്നെ സ്വയം തോന്നിപ്പിക്കുന്നവനാക്കുന്നതിൽ. ഹാൻസം ഭംഗിയുള്ളവനായി. ഐ വാസ് അൺമാരീഡ് ഞാൻ അവിവാഹിതനായിരുന്നു. ആൻഡ് വാസ് എ ഡോക്ടർ ഒരു ഡോക്ടറുമായിരുന്നു. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. ഐ ഫെൽറ്റ് എനിക്ക് തോന്നി. ഐ ഹാഡ് ടു മേക്ക് ഞാൻ ആക്കേണ്ടതുണ്ട്. മൈ പ്രസൻസ് എൻ്റെ സാന്നിധ്യം ഫെൽറ്റ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് ആക്കേണ്ടതുണ്ട്. എൻ്റെ സാന്നിധ്യം എല്ലാവരും അറിയണമെന്ന് എനിക്ക് തോന്നി. ഐ പിക്ക്ഡ് അപ്പ് ദ കോം ഞാൻ ചീർപ്പെടുത്തു. ആൻഡ് റാൻ ഇറ്റ് അത് നടത്തി. ത്രൂ മൈ ഹെയർ എൻ്റെ മുടിയിലൂടെ. ആൻഡ് അഡ്ജസ്റ്റഡ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ദ പാർട്ടിങ് എന്നാൽ ഭാഗിക്കൽ. അതായത് ചില ആളുകളൊക്കെ മുടി ചീകി വെക്കും സെൻറ്ററിൽ നിന്ന് രണ്ട് ഭാഗത്തേക്ക് ഭാഗിച്ചുകൊണ്ട്. ആ ഒരു ഭാഗിക്കലാണ് പാർട്ടിങ്. സോ ദാറ്റ് ഇറ്റ് ലുക്ക്ഡ് സ്ട്രൈറ്റ് ആൻഡ് നീറ്റ് അപ്പോൾ അത് നേരെ നീറ്റായിട്ട് കാണപ്പെടും. എഗെയിൻ ഐ ഹേർഡ് വീണ്ടും ഞാൻ കേട്ടു. ദാറ്റ് സൗണ്ട് ആ ശബ്ദം. ഫ്രം എബോ മുകളിൽ നിന്നും. നെക്സ്റ്റ് പേര. I took a close look at my face in the mirror. I made an important decision. I would shave daily and grow a thin mustache.
to look more handsome. I was, after all, a bachelor and a doctor. I took a close look. ഞാൻ വളരെ ക്ലോസായ ഒരു നോട്ടം നോക്കി. അറ്റ് മൈ ഫേസ്, എൻ്റെ മുഖത്തേക്ക് ഞാൻ വളരെ അടുത്ത് നോക്കി. ഇൻ ദ മിറർ, കണ്ണാടിയിൽ. ഐ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻ്റ് ഡിസിഷൻ. ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട തീരുമാനമെടുത്തു. എന്താണ് ആ തീരുമാനം? ഐ വുഡ് ഷേവ് ഡെയിലി. ഞാൻ എല്ലാ ദിവസവും ഷേവ് ചെയ്യും. ആൻഡ് ഗ്രോ എ തിൻ മസ്താഷ്. ഒരു നേരിയ മീശ വളർത്തുകയും ചെയ്യും. ടു ലുക്ക് മോർ ഹാൻസം. കൂടുതൽ ഭംഗിയുള്ളവനായി തോന്നാൻ. ഐ വാസ്, ആഫ്റ്റർ ഓൾ, എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ. ഞാനൊരു ഡോക്ടറുമാണ്, അതുപോലെ ഒരു അവിവാഹിതനുമാണ്. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. നെക്സ്റ്റ്, ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സ്മൈൽഡ്. ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. I made another shaking decision. I would always keep that attractive smile on my face to look more handsome. I was, after all, a bachelor and a doctor too on top of it. I looked into the mirror and smiled. ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി ചിരിച്ചു. ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. ആ ചിരി വളരെ ആകർഷണീയമായ ഒരു ചിരിയായിരുന്നു. ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡെസിഷൻ. ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തു. എർത്ത് ഷേക്കിംഗ് എന്ന പ്രധാനപ്പെട്ട. ഐ വുഡ് ഓൾവേസ് കീപ്പ്. ഞാൻ എല്ലായ്പ്പോഴും കീപ്പ് ചെയ്യും. ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ. ആ ആകർഷണീയമായ ചിരി ഞാൻ എപ്പോഴും നിലനിർത്തും. ഓൺ മൈ ഫേസ്, എൻ്റെ മുഖത്ത്. ടു ലുക്ക് മോർ ഹാൻസം. കൂടുതൽ ഭംഗിയുള്ളവനായി തോന്നിപ്പിക്കാൻ. ഐ വാസ്, ആഫ്റ്റർ ഓൾ, എ ബാച്ചിലർ. ഞാനൊരു ബാച്ചിലറാണ്. ആൻഡ് എ ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. അതിൻ്റെ ഒക്കെ മേലെ ഞാൻ ഒരു ഡോക്ടർ കൂടിയാണ്. അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്, അയാൾ ബാച്ചിലറുമാണ്, അതുപോലെ ഒരു ഡോക്ടറുമാണ്. അപ്പോൾ അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. എഗെയിൻ കെയിം ദാറ്റ് നോയിസ് ഫ്രം എബോവ്. വീണ്ടും മുകളിൽ നിന്നും ആ ശബ്ദം വന്നു. ഐ ഗോട്ട് അപ്പ്, lit a ബീഡി ആൻഡ് paced up and down the room. Then another lovely thought struck me. I would get married to a woman doctor who had plenty of money and a good medical practice. She had to be fat for a valid reason. If I made some silly mistake and needed to run away, she should not be able to run after me and catch me. I got up. ഞാൻ എണീറ്റു. ലിറ്റ് എന്നാൽ കത്തിച്ചു. എ ബീഡി, ഒരു ബീഡി കത്തിച്ചു. ആൻഡ് പേസ്ഡ് എന്നാൽ നടന്നു എന്നാണ്. അപ്പ് ആൻഡ് ഡൗൺ ദ റൂം. റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ദെൻ അനദർ ലവ്ലി തോട്ട്. അപ്പോൾ മറ്റൊരു ഭംഗിയുള്ള ചിന്ത സ്ട്രക്ക് മീ, എന്നെ ബാധിച്ചു, എന്നെ പിടികൂടി. എന്താണ് ആ ചിന്ത? ഐ വുഡ് മാരി. ഞാൻ വിവാഹം കഴിക്കും. ഐ വുഡ് ഗെറ്റ് മാരീഡ്. ഞാൻ വിവാഹം കഴിക്കും. ടു എ വുമൺ ഡോക്ടർ. ഒരു സ്ത്രീ ഡോക്ടറെ ഞാൻ വിവാഹം കഴിക്കും. ഹു ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി. ഒരുപാട് പൈസയുള്ള. ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. നല്ല മെഡിക്കൽ പ്രാക്ടീസുമുള്ള, അതായത് കൂടുതൽ വർഷം ഡോക്ടറായി സേവനം ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു ലേഡി ഡോക്ടർ. ഷീ ഹാഡ് ടു ബി ഫാറ്റ്. അവൾ തടിച്ചവളായിരിക്കണം. ഫോർ എ വാലിഡ് റീസൺ. ന്യായമായ ഒരു കാരണത്തിന്. തടിച്ചവളായിരിക്കണം എന്നതിന് ഒരു കാരണമുണ്ട്. ഇഫ് ഐ മെയ്ഡ് സം സില്ലി മിസ്റ്റേക്ക്. സില്ലി മിസ്റ്റേക്ക് എന്നാൽ ചെറിയ തെറ്റ്, മിസ്റ്റേക്ക്. ഞാനൊരു ചെറിയ തെറ്റ് ചെയ്താൽ ആൻഡ് നീഡഡ് ടു റൺ അവേ, എന്നിട്ട് ഓടൽ ആവശ്യമാവുകയും ചെയ്താൽ ഷീ ഷുഡ് നോട്ട് ബി ആബിൾ, അവൾക്ക് കഴിയരുത് ടു റൺ ആഫ്റ്റർ മീ, എൻ്റെ പിന്നാലെ ഓടാൻ, ആൻഡ് ക്യാച്ച് മീ, എന്നിട്ട് എന്നെ പിടിക്കാൻ. തടിച്ച
സ്ത്രീയാവണമെന്ന് പറയാൻ കാരണം അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്ത് അദ്ദേഹത്തെ പിടികൂടാൻ അവൾ പിന്നാലെ ഓടുമ്പോൾ അവൾക്ക് അദ്ദേഹത്തെ പിടിക്കാൻ കഴിയരുത്. തടിച്ച ആളുകൾക്ക് ഓടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അവർക്ക് അത്ര സ്പീഡിൽ ഓടാൻ പറ്റൂലല്ലോ, അതുകൊണ്ടാണത്. നെക്സ്റ്റ് പാര. With such thoughts in my mind, I resumed my seat in the chair in front of the table. There were no more sounds from above. Suddenly there came a dull thud as if a rubber tube had fallen to the ground. Surely nothing to worry about. Even so, I thought I would turn around and take a look. No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. The snake's landing on me and my turning were simultaneous. With such thoughts in my mind, അത്തരം ചിന്തകളുമായിട്ട് എൻ്റെ മനസ്സിൽ അത്തരം ചിന്തകളുമായി ഐ റെസ്യൂം പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുക, തുടർന്ന് പോവുക. മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിളിൻ്റെ മുന്നിലുള്ള ആ ചെയറിൽ ഞാൻ അത്തരം ചിന്തകളുമായി ഇങ്ങനെ ഇരുന്നു കൊണ്ടിരുന്നു. ദർ വർ നോ മോർ സൗണ്ട്സ് ഫ്രം എബോവ്. മുകളിൽ നിന്നും കൂടുതൽ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുവരെ എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ശബ്ദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സഡൻലി ദർ കെയിം, പെട്ടെന്ന് വന്നു. എ ഡൾ പറഞ്ഞാൽ മൂർച്ചയില്ലാത്ത, തഡ് ഒരു മുട്ട്, പ്രഹരം, ഒരടി. അസീഫ് എ റബ്ബർ ട്യൂബ് ഹാഡ് ഫാളൻ ടു ദ ഗ്രൗണ്ട്. നിലത്തേക്ക് ഒരു റബ്ബർ ട്യൂബ് വീഴുന്നത് പോലെ അത്ര ഒരു മൂർച്ചയില്ലാത്ത ഒരു തട്ട്, ഒരു മുട്ട് എന്ത് ചെയ്തു, ഉണ്ടായി. ഷുവർലി, ഉറപ്പായിട്ടും, നത്തിങ് ടു വറി അബൌട്ട്, പേടിക്കാനൊന്നുമില്ല. ഈവൺ സോ ഐ തോട്ട്, ഞാനങ്ങനെ ചിന്തിച്ചെങ്കിലും, ഐ വുഡ് ടേൺ അറൗണ്ട്, ഞാൻ തിരിയും, ആൻഡ് ടേക്ക് എ ലുക്ക്, എന്നിട്ട് ഒരു നോക്കും. നോ സൂണർ ഹാഡ് ഐ ടേൺഡ്, ഞാൻ തിരിഞ്ഞതും, ദെൻ എ ഫാറ്റ് സ്നേക്ക് റിഗിൾഡ് ഓവർ ദി ബാക്ക് ഓഫ് ദ ചെയർ. റിഗിൾഡ് പറഞ്ഞാൽ പുളഞ്ഞു. ഒരു തടിച്ച പാമ്പ് എൻ്റെ ചെയറിൻ്റെ ബാക്കിൽ ഇങ്ങനെ പുളഞ്ഞു. ആൻഡ് ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ, എന്നിട്ട് എൻ്റെ ഷോൾഡറിൽ, തോളിൽ അത് ലാൻഡ് ചെയ്തു. ദ സ്നേക്സ് ലാൻഡിങ് ഓൺ മീ, ആ പാമ്പിൻ്റെ ലാൻഡിങ്, ഇറങ്ങൽ, ഓൺ മീ, എന്നിൽ ഇറങ്ങൽ, ആൻഡ് മൈ ടേണിങ്, എൻ്റെ തിരിയലും, വേർ സിമുൾട്ടാനിയസ്. സിമുൾട്ടാനിയസ് എന്നാൽ ഒരേ സമയത്ത് സംഭവിച്ച എന്നാണ്. ആ പാമ്പ് എൻ്റെ മേൽ ഇറങ്ങിയതും ഞാൻ തിരിഞ്ഞു നോക്കിയതും ഒരേ സമയത്തായിരുന്നു. ഐ ഡിഡിൻ ജംപ്, ഐ ഡിഡിൻ ട്രംബിൾ, ഐ ഡിഡിൻ ക്രൈ ഔട്ട്. ദർ വാസ് നോ ടൈം ടു ഡു എനി സച്ച് എ തിങ്. ദ സ്നേക്ക് slithered along my shoulder and coiled around my left arm above the elbow. The hood was spread out and its head was hardly 3 or 4 inches from my face. I didn't jump, ഞാൻ ചാടിയില്ല. I didn't tremble, ഞാൻ വിറച്ചില്ല. I didn't cry out, ഞാൻ ഉറക്കെ നിലവിളിച്ചില്ല, കരഞ്ഞില്ല. There was no time, സമയമില്ലായിരുന്നു. To do any such a thing, അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ സമയമില്ലായിരുന്നു. The snake slithered, ആ പാമ്പ് slithered പറഞ്ഞാൽ തെന്നി നീങ്ങി. Along my shoulder, എൻ്റെ തോളിലൂടെ, ആൻഡ് കോയിൽഡ്, എന്നിട്ടത് ചുറ്റി, around my left arm, എൻ്റെ ഇടത്തെ കയ്യിൽ ചുറ്റി, above the elbow, മുട്ടിന് മുകളിൽ, കൈമുട്ടിന് മുകളിലായിട്ട്. The hood was spread out, അതിൻ്റെ പത്തി വിടർത്തപ്പെട്ടു. ആൻഡ് ഇറ്റ്സ് ഹെഡ് വാസ് ഹാർഡ്ലി 3 or 4 inches, അതിൻ്റെ തല, ഹാർഡ്ലി മീൻസ് കഷ്ടിച്ച്, ആ പാമ്പിൻ്റെ തല കഷ്ടിച്ച് 3-4 ഇഞ്ച് ഫ്രം മൈ ഫേസ്, എൻ്റെ മുഖത്ത് നിന്ന് 3 ഇഞ്ചോ അല്ലെങ്കിൽ 4 ഇഞ്ചോ ദൂരത്തായിരുന്നു പാമ്പിൻ്റെ തല നിലകൊണ്ടിരുന്നത്. ഇറ്റ് വുഡ് നോട്ട് ബി കറക്റ്റ് to say merely that I sat there holding my breath. I was turned to stone, but my mind was very active.
The door opened into darkness. The room was filled with darkness. In the light of the lamp, I sat there like a stone image in the flesh. It would not be correct. ശരിയാവില്ല to say പറയൽ. Merely that I sat there holding my breath. ഞാൻ എൻ്റെ ശ്വാസം പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു എന്ന് മാത്രം പറയുന്നത് ശരിയാവില്ല. ഐ വാസ് ടേൺ ടു സ്റ്റോൺ. ഞാനൊരു കല്ലായി മാറിയിരുന്നു. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. പക്ഷേ എൻ്റെ മനസ്സ് വളരെ ആക്റ്റീവായിരുന്നു, സജീവമായിരുന്നു. ദ ഡോർ ഓപ്പൺഡ്. വാതിൽ തുറക്കപ്പെട്ടു. ഇൻ ടു ഡാർക്ക്നെസ്. ഇരുട്ടിലേക്ക്. വാതിലിൻ്റെ പുറത്ത് നിറയെ ഇരുട്ടായിരുന്നു. ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്. ആ റൂമും ഇരുട്ടുകൊണ്ട് നിറക്കപ്പെട്ടതായിരുന്നു. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ്. വിളക്കിൻ്റെ വെളിച്ചത്തിൽ. ഐ സാറ്റ് ദോർ. ഞാൻ അവിടെ ഇരുന്നു. ലൈക്ക് എ സ്റ്റോൺ ഇമേജ്. ഒരു കൽ രൂപം പോലെ. ഇൻ ദ ഫ്ലഷ്. മാംസത്താലുള്ള. അതായത് അദ്ദേഹം ഒരു പ്രതിമ പോലെ, ഒരു കൽ പ്രതിമ പോലെ അവിടെ ഇരുന്നു. കൽപ്രതിമ കല്ലുകൊണ്ടാണ്, പക്ഷേ ഇദ്ദേഹത്തിൻ്റെത് മാംസം കൊണ്ടുണ്ടാക്കിയതാണ്. ആ ഒരു മാറ്റം. നെക്സ്റ്റ്, ഐ ഫെൽറ്റ് ദെൻ ദ ഗ്രേറ്റ് പ്രസൻസ് ഓഫ് ദ ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ് ആൻഡ് ദിസ് യൂണിവേഴ്സ്. ഗോഡ് വാസ് ദർ. സപ്പോസ് ഐ സെഡ് സംതിങ് ആൻഡ് ഹീ ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ് ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹാർട്ട് ദ വേർഡ്സ് ഓ ഗോഡ്. ഐ ഫെൽറ്റ് ദെൻ. എനിക്കപ്പോൾ തോന്നി. ദ ഗ്രേറ്റ് പ്രസൻസ്. വലിയ സാന്നിധ്യം. ഓഫ് ദ ക്രിയേറ്റർ. സ്രഷ്ടാവിൻ്റെ. ഓഫ് ദീസ് വേൾഡ് ആൻഡ് ദീസ് യൂണിവേഴ്സ്. ഈ ലോകത്തിൻ്റെയും ഈ പ്രപഞ്ചത്തിൻ്റെയും സ്രഷ്ടാവിൻ്റെ സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്തു. ഗോഡ് വാസ് ദർ. ദൈവം അവിടെ ഉണ്ടായിരുന്നു. സപ്പോസ് ഐ സെഡ് സംതിങ് ആൻഡ് ഹീ ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ, അദ്ദേഹം അത് ഇഷ്ടപ്പെട്ടില്ല, ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഞാൻ പറഞ്ഞോ. ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ. ഞാൻ എൻ്റെ ഭാവനയിൽ ശ്രമിച്ചു. ടു റൈറ്റ്. എഴുതാൻ. ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ്. തിളങ്ങുന്ന അക്ഷരങ്ങളിൽ. ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹാർട്ട്. എൻ്റെ ചെറിയ ഹൃദയത്തിന് പുറത്ത്. ദ വേർഡ്സ് ഓ ഗോഡ്. ഓ ഗോഡ് എന്ന വാക്കുകൾ. There was some pain in my left arm. It was as if a thick leaden rod, no, a rod made of molten fire, was slowly but powerfully crushing my arm. The arm was beginning to be drained of all strength. What could I do? There was some pain in my left arm. എൻ്റെ ഇടത്തെ കൈക്ക് വേദനയുണ്ടായിരുന്നു. ഇറ്റ് വാസ്. അതായിരുന്നു. അസീഫ് എ തിക്ക് ലെഡൻ റോഡ്. ലെഡൻ റോഡ് പറഞ്ഞാൽ ദണ്ട്, ഒരു വടിക്കഷ്ണം. ലെഡൻ മീൻസ് ലെഡ് കൊണ്ടുള്ള, ഈയം കൊണ്ടുള്ള ഒരു ദണ്ട്. തിക്ക് അല്ല, നല്ല കട്ടിയുള്ള ഒരു ദണ്ട്. പിന്നെ മൂപ്പർ പറയാണ്, നോ അല്ല, എ റോഡ് മെയ്ഡ് ഓഫ് മോൾട്ടൺ ഫയർ. ഉരുക്കിയ തീ കൊണ്ടുണ്ടാക്കിയ ഒരു ദണ്ട്. വാസ് സ്ലോലി ബട്ട് പവർഫുള്ളി. അത് മെല്ലെ പതുക്കെ എന്നാൽ അതിശക്തമായി. ക്രഷിങ് മൈ ആം. എൻ്റെ കൈ ഞെരുക്കുന്നത് പോലെയായിരുന്നു. ആ അപ്പോഴത്തെ അവസ്ഥയാണ് അദ്ദേഹം പറയുന്നത്. ആ പാമ്പ് ചുറ്റിയപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ. ദ ആം വാസ് ബിഗിനിങ് ടു ബി ഡ്രെയിൻഡ്. ഡ്രെയിൻഡ് ആണ് ഇല്ലാതാവുക. കൈ ഇല്ലാതാവാൻ തുടങ്ങിയിരുന്നു. ഓഫ് ഓൾ സ്ട്രെങ്ത്. അതിൻ്റെ ശക്തി, കൈയിൻ്റെ ശക്തിയൊക്കെ ഇല്ലാതാവാൻ തുടങ്ങി. വാട്ട് കുഡ് ഐ ഡു. എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും.